ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല അഗെയിൻ നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രസ്സുമായിട്ട് തന്നെയാണ്. ഇത് ഞാൻ ഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്തെടുത്ത കോസ്റ്റ്യൂമാണ്. അപ്പോൾ റെഡ് കളറുള്ള കോട്ടൺ മെറ്റീരിയലാണ്. അത് 3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതൊരു ഓവർ കോട്ടാണ് ചെയ്യുന്നത്. വൈറ്റ് കളറുള്ള മെറ്റീരിയൽ 1.5 മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് 60 വിടുത്തൊക്കെ വരുന്നുണ്ട്. അതൊരു ബോഡി കോൺ ഡ്രസ്സ് പോലെയാണ് ചെയ്തെടുക്കുന്നത്, ഹൈനെക്കൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അത് മെറ്റീരിയൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ക്രഷ്ഡായിട്ട് കുറച്ചൊരു ക്രഷ്ഡായിട്ടുള്ള മെറ്റീരിയലാണ്. കുറച്ച് വലിഞ്ഞ് നിൽക്കുന്ന ടൈപ്പിലാണ് വരുന്നത്. എന്നാൽ ബനിയൻ ക്ലോത്ത് അല്ല, ഒരു ടൈപ്പിൽ വരുന്ന ക്ലോത്താണ്. 60 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. എന്താ പറയുക, എനിക്ക് അത്ര ഒരു ലെങ്ത്ത് നോക്കിയിട്ട് മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് 1.5 മീറ്റർ എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ബോഡി കോൺ ഡ്രസ്സ് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. 28 കിട്ടുന്നുണ്ട് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ. കാരണം അത്യാവശ്യം നല്ല വീതിയുള്ള ക്ലോത്താണ്. അതിനെ ആദ്യം 2ആയിട്ട് മടക്കി. ഇനി അതിനെ 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 4ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇത്രയും ഇത് മതി. കാരണം ബോഡി കോൺ ഡ്രസ്സാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അധികം വിടുത്ത് വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ 4ആയിട്ട് മടക്കി വെച്ചു. ഇനി ഇതിലാണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് ഫുൾ ലെങ്ത്ത് ആണെങ്കിൽ ഫുൾ ലെങ്ത്ത് എടുക്കാം. അത് 3/4 ആണ്, 3/4. അപ്പോൾ ഞാൻ ഇതിലെടുത്തിട്ടുള്ള ഒരു 43 ആണ്. അപ്പോൾ 43 ലെങ്ത്ത് വരുന്ന ടോപ്പാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് 7ൽ. ആം ഹോളും 7 തന്നെയാണ് കൊടുക്കുന്നത്. ബോഡി ഷേപ്പ് 9 ആണ് കൊടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ അളവ് അതിനനുസരിച്ചിട്ട് എടുക്കാം. ബോഡി ഷേപ്പിൻ്റെ ഈ ഒരു ഷേപ്പിൻ്റെ എവിടെയും ചെസ്റ്റിൻ്റെ അവിടത്തേക്ക് അളവ് എത്രയാണോ വരുന്നത് അതുപോലെ എടുക്കുക. താഴത്ത് ഒരുപാട് വീതിയൊന്നും വെക്കുന്നില്ല. കുറച്ചൊരു ടൈറ്റായിട്ട് വരുന്ന പോലെ ആയതുകൊണ്ട് ഏറ്റവും താഴത്തെ ഒരു 12 ആ ഒരു റേഞ്ചിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. കുറച്ച് ടൈറ്റായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി അത് നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. കട്ടിംഗ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കട്ടിങ്ങൊന്നുമില്ല. ബോഡി കോൺ ഡ്രസ്സാണ് വരുന്നത്, ഷേപ്പിൽ വരുന്നൊരു സംഭവമാണ്. ഇതിൽ നെക്കിലാണ് ഞാൻ മെയിനായിട്ട് ഇതിന് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നെക്ക് കട്ട് ചെയ്യാം. 2.5 ഇഞ്ച് വിടുത്താണ് കൊടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ചിൽ 1.5 ഇഞ്ച് ഇറക്കം വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ബാക്കിലേക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നുമല്ല, ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ കൊടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ നമ്മൾ സിബ് കൊടുക്കുന്നുണ്ട്. കാരണം സിബില്ലാണ്ട് ഇത് തലയിലൂടെ പോവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെൻറ്ററിൽ സിബ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കൂടി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ് വെക്കുന്നില്ല, സ്ലീവ്ലെസ്സാണ്. നിങ്ങൾക്ക് സ്ലീവ് വെക്കണേൽ വെക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ കട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്കിനി എന്താ പറയുക, ഇതിൻ്റെ താഴത്ത് ഇപ്പോൾ ഈ ടോപ്പിൻ്റെ ഏറ്റവും എൻഡിലത്തെ കാര്യമാണ് പറയുന്നത്. എൻഡിൽ ഇതേപോലെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ആർച്ച് പോലെയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇറക്കം എന്താ പറയുക, ഇവിടെ ഇങ്ങനെ തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് കയറ്റിയിട്ട് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് കൊടുക്കേണ്ടത് നെക്കിൽ വെക്കാനുള്ള ആ ഒരു ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീളം വീതിയുമാണ് നോക്കുന്നത്. നീളം എന്ന് പറയുന്നത് ഒരു 10 ഇഞ്ചൊക്കെ എടുക്കുക. അതിപ്പം ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ഒന്നും ഇല്ലാണ്ടാണ് എടുക്കുന്നത്. കാരണം ഇതിൻ്റെ ലെങ്ത്ത് എത്ര വരും എന്നുള്ളത് ഈ റൗണ്ടായിട്ട് നെക്ക് വരുമ്പോഴേ മനസ്സിലാവും. എന്നാലും ഞാനൊരു 10 ഇഞ്ചിൽ എടുക്കുകയാണ്. ഇതിൻ്റെ ലെങ്ത്താണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ലെങ്ത്ത് 8 ആണ് എടുത്തത്. അത് നമ്മൾ ഇനി കുറക്കൊന്നുമില്ല, 8 കറക്റ്റായിട്ട് തന്നെ വെക്കുക. കാരണം ഇതാണ് നമ്മുടെ ഈ നെക്കിൻ്റെ അവിടുത്തെ കോളറിൻ്റെ അവിടെ വരേണ്ട സംഭവമാണ്. അപ്പോൾ അത് 8 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. വീതി ചിലപ്പം കൂടുകയും കുറയുകയും ചെയ്യാം, പക്ഷേ ഈ ഒരു ലെങ്ത്ത് കുറയില്ല. ഈ 8 ഇഞ്ച് കുറയില്ല, 8 ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതൊരു സ്ക്വയർ പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ചാണ് നമ്മൾ നോക്കേണ്ടത്. 8 ഇഞ്ചും ഈ ഒരു നീളം വരുന്നുണ്ടല്ലോ, നീളം നമ്മുടെ നെക്കിനനുസരിച്ചിട്ട് ഇതാവും. ഇനി അടുത്തത് കോട്ട് കട്ട് ചെയ്യാം. കോട്ടിന് നമ്മൾ ജസ്റ്റ് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെയിം തന്നെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്, ആ വൈറ്റിൻ്റെ അതേ ലെങ്ത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ 1 ഇഞ്ച് കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്ക് വെച്ചു. ഇനി ഫ്രണ്ട് പീസ് കണ്ടില്ലേ, ഇതേപോലെ ഓപ്പൺ വരുന്ന ഭാഗം ഏറ്റവും സെൻറ്ററിൽ വരുന്ന പോലെ കൊടുക്കുക. കാരണം നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ആണല്ലോ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. 3 ഇഞ്ചിലാണ് മടക്കി കൊടുക്കേണ്ടത്. 3 ഇഞ്ചിൽ ഇതേപോലെയാണ് ഞാനിതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിനെ ഇതേപോലെ മടക്കി കൊടുക്കണം. കാരണം നമ്മൾ മുന്നേ ചെയ്തതിലും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് നല്ല വീതിയുള്ള കോട്ടിൻ്റെ ഇത് കിട്ടണം. അപ്പോൾ അതിനാണ് അങ്ങനെ കൊടുത്തത്. ഇനി ഷോൾഡർ കൊടുക്കുക, ആം ഹോൾ കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഞാൻ കുറച്ച് കൂടുതലാണ് കൊടുക്കുന്നത്. വീതിയൊക്കെ കുറച്ച് കൂടുതലാണ് കൊടുക്കുന്നത്. 10 ഒക്കെയാണ് കൊടുക്കുന്നത്. കാരണം കുറച്ചൊരു ലൂസായിട്ട് ഇരിക്കണം. ഇത് ബോഡി ഷേപ്പായിട്ടേ വേണ്ട എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ലൂസിലാണ് കോട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കോട്ട് കുറച്ച് ലൂസായിട്ട് കൊടുക്കുക. ഒരുപാട് ബോഡി ഷേപ്പ് ആയിക്കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, എന്നാലും നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതിൽ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, എഗെയിൻ ഈ താഴത്തെ ഭാഗം നമ്മൾ എപ്പോഴും ഈ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒന്ന് കയറ്റി വെട്ടാൻ നോക്കുക, അല്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ ആ ഒരു ഭാഗവും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കാണ് കട്ട് ചെയ്ത് വരേണ്ടത്. നെക്കിൻ്റെ വിടുത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഓക്കെ, ഇറക്കം 3.5 ഇഞ്ച്. ഓക്കെ, 3.5 ഇഞ്ച് അവിടെ ഇതേപോലെ ഒരു ചെറിയൊരു സ്ക്വയർ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയില്ല, ഇതേപോലെ റൗണ്ടായിട്ടാണ് എടുക്കുന്നത്. ഈ താഴത്ത് എന്താ പറയുക, ബാക്കിലത്തെ ഭാഗം 1/2 ഇഞ്ചിൽ അങ്ങനെ കട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ കോളർ നെക്കൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത് അതേപോലെ ബാക്ക് നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ അതും അങ്ങോട്ട് മാറ്റാം. ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമുക്ക് കാണിക്കേണ്ടത്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ വെക്കാനുള്ള ഒരു പീസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇപ്പോൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ, നമ്മുടെ ആം ഹോളിൻ്റെ അവിടെയൊക്കെ കട്ട് ചെയ്തപ്പോൾ ആ പീസ് ഇതേപോലെ എടുക്കുക. 2 പീസ് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, 2 പീസ് വേണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെക്കാനുള്ള പീസാണത്, ഇത് ഈ ഒരു ഭാഗത്താണ് അത് വരേണ്ടത്. അപ്പോൾ അതിന് എത്ര വീതി എന്നൊക്കെ ഉള്ളത് നോക്കാം. ഇപ്പോൾ 8 ഇഞ്ച് വിടുത്ത്. ഓക്കെ, 8 ഇഞ്ച് വിടുത്താണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 8 ഇഞ്ച് വിടുത്ത് കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് ഒരു 14 അല്ലെങ്കിൽ ഒരു 15 ഫിക്സ് ചെയ്യാം നമുക്ക്. 15 ഞാനിപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു സ്ക്വയർ പോലെ വരച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു 2.5 ഇഞ്ച് എന്ത് ചെയ്യാം, കണ്ടില്ലേ, 2.5 ഇഞ്ചിൽ ഇങ്ങനെ ലെങ്ത് എന്താ പറയുക, നീളം നമുക്ക് നമ്മുടെ ഫുൾ ആ ഒരു ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്ക് കിട്ടണം. അപ്പോൾ അതേ നോക്കിയിട്ട് വേണം നമ്മളത്, എത്താത്തത് ജോയിൻറ്റും കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ആർച്ച് പോലെ ആ സ്ക്വയറിൻ്റെ ഭാഗത്ത് ആർച്ച് പോലെ ചെയ്യാം. മുന്നേ നമ്മൾ വീഡിയോസിലൊക്കെ അവിടെ ഒരു ആർച്ച് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സ്ക്വയർ ആക്കിയതാണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കട്ടെ. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കാമെന്നൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ലെങ്ത്ത് നോക്കാം, ഇത് കറക്റ്റായിട്ട് നമുക്ക് ലെങ്ത്ത് കിട്ടുന്നുണ്ടോ, നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ലെങ്ത്ത് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ നെക്ക് കട്ട് ചെയ്യണം. ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേ ഷേപ്പിൽ നമ്മൾ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേഗം സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയല്ലോ. അപ്പോൾ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പീസിൽ നെക്കും കൂടിയും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാൻ ജസ്റ്റ് ലെങ്ത്ത് നോക്കുകയാണ്, ഇത് നമുക്ക് കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ എന്ന്. കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ജോയിൻറ്റ് വെക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, പീസ് വെച്ചിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ജോയിൻറ്റ് കൊടുക്കാനുള്ള പീസും കൂടി സെറ്റ് ചെയ്തെടുക്കാം. അതും 2 ഇഞ്ചിൽ എന്ത് ചെയ്യുക, ഇതേപോലെ പീസ് കട്ട് ചെയ്തെടുക്കുക. അതവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ജോയിൻറ്റ് ഇട്ട് കൊടുത്താൽ മതിയെന്നേ ഉള്ളൂ. നമുക്ക് ലെങ്ത്ത് താഴെ വരയ്ക്കും വേണം, കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് താഴെ വരയ്ക്കും വേണം, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4 ക്ലോത്ത് മടക്കി വെച്ചിട്ടുണ്ട്. 23, 24 ലെങ്ത്ത് എടുക്കുക. കാരണം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവാണ് വരുന്നത്. എന്താ പറയുക, കുറച്ച് അളവ് എടുത്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നല്ല ലൂസായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അളവെടുക്കുമ്പോഴത്തേക്കും കുറച്ചേ വരുന്നുള്ളൂ. അപ്പോൾ നല്ല വീതി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് നല്ല ലൂസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ സ്ലീവും കൂടിയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കത്രികയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു. അപ്പോൾ ഇതേപോലെ ഞാൻ അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ആ ബോഡിക്കോൺ ഡ്രസ്സ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ക് ഭാഗം നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ഇതേപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിബ്ബ് വെക്കുന്ന വീഡിയോ ഞാൻ എഗെയിൻ വീണ്ടും കാണിക്കേണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മുന്നേ ചെയ്തതാണ് ഒരുപാട്, അതുകൊണ്ട് ഇനിയും കാണിച്ചത് ബോറടിപ്പിക്കുന്നില്ല. ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിൽ ഈ ഇൻവിസിബിൾ സിബ്ബാണ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ഷോൾഡറും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവ് വെക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതൊന്ന് ഇതേപോലെ ഒന്ന് പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മോശം വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ 2 വശത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ സിബ്ബ് ഞാൻ വേറെ കളറാണ് എടുത്തത്, പക്ഷേ ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ പുറത്ത് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ തൽക്കാലം ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ, അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇനി നമ്മൾ ഈ ഒരു പീസ് എടുക്കുക.
കണ്ടില്ലേ, ഈ ഒരു പീസ് നമ്മൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. ഈ ഫിറ്റ് ചെയ്യേണ്ട ഈ ഭാഗം ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക, മേലെ വെക്കുന്ന പീസ് ഉണ്ടല്ലോ, അത് മടക്കി തയ്ച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ മടക്കി തയ്ച്ച് ഇതേപോലെ മോശം വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് വരുന്ന പോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റൗണ്ടായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അറ്റം വരയ്ക്കും സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ അറ്റത്തെത്തുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ലെങ്ത്ത് കൂടുതൽ കിട്ടും. കാരണം ക്ലോത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അളവ് എടുക്കുന്നില്ല, ഒരു 10 ഇഞ്ചിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കത് അളക്കാതെ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊരു അങ്ങനെ എന്താ പറയുക, ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് ഈ സൈഡിൽ ക്ലോത്ത് ബാക്കിയാണ് വരുന്നത്, കണ്ടില്ലേ? അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു ഭാഗം മടക്കി തയ്ക്കണം. ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് അതൊന്ന് തയ്ക്കുക. ഇതേപോലെ വെച്ചിട്ട് അവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് തയ്ച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതങ്ങനെ തയ്ച്ച് ആദ്യം തന്നെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിത് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് മടക്കി ചെറുതായിട്ട് അത് ഇതേപോലെ മേളിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്താ പറയുക, നല്ല വശത്തേക്കാണ് ഇപ്പം നമ്മൾ മടക്കി തയ്ക്കുന്നത്. നമ്മുടെ ആ ഒരു സ്റ്റിച്ച് കാണാത്ത പോലെ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ തയ്ച്ച് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ തയ്യൽ തുമ്പ് കാണാൻ പാടില്ല, അത് ഉള്ളിൽ ആയിട്ട് വരണം. അതിനനുസരിച്ച് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു അറ്റത്തെത്തുമ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് പിന്നെ അതും ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരണം. ഇതൊന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇനി നേരത്തെ ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ കോളർ നെക്ക് എന്താ പറയുക, ഈ ഹൈ നെക്ക് കംപ്ലീറ്റ് ആയി. എന്തിനാണ് ഇത്രയും വീതി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മോഡൽ കണ്ടതായിരുന്നു. റെഡിമെയ്ഡിലൊക്കെ ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ. നമുക്കും ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താ കുഴപ്പമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് 2 വശത്തും ഒന്ന് ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബോഡി ഷേപ്പും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സ് ഫിനിഷായി. ഈ ഒരു ബോഡിക്കോൺ ഡ്രസ്സ് ഫിനിഷായിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണിക്കാം. ഇത്രയും എന്താ പറയുക, വലിപ്പം ഉണ്ടാവില്ല. നമ്മളതിനെ മടക്കി കൊടുക്കും. ഈ ഒരു ഡിസൈൻ ഞാൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇതേപോലെ മടക്കിയിട്ടാണ് നമുക്ക് ആ ഒരു ഡിസൈൻ വരിക. റെഡിമെയ്ഡിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ബനിയൻ ക്ലോത്തിലൊക്കെ, ഈ വൂളൻ ടൈപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതേപോലെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോഡിക്കോൺ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടത്, ഇത് ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ടുമായി. ഇനി നമുക്ക് കോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം, ഫ്രണ്ടിലത്തെ പീസ് ഒരു ഭാഗം ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മൾ നേരത്തെ ഈ ഒരു കണ്ടില്ലേ, ഇതേപോലെ ജോയിൻ്റൊക്കെ കൊടുത്ത് ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസാണ് നമുക്ക് ആദ്യം തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ നേരെ താഴെ വരെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഈ നെക്കൊന്നും അല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്. നേരെ സെൻറ്ററിൽ ഇവിടുന്ന് മുതൽ താഴത്തെ വരെ നമ്മൾ ഒറ്റ ലൈന് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഏറ്റവും താഴത്തെ വരയ്ക്കും സ്റ്റിച്ച് ചെയ്ത് വരിക. ഇങ്ങനെ കണ്ടില്ലേ, ഇതേപോലെ താഴത്തെ വരെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ 2 ഭാഗത്തും അതേപോലെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഈ ഒരു ഭാഗത്തും ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗം ഷോൾഡർ തമ്മിൽ ഇതുമായിട്ട് ജോയിൻ ചെയ്യണം, എന്നാലേ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് ഭാഗം എടുത്തിട്ട് 2 ഭാഗത്തെ ഷോൾഡറും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി അളവെടുക്കണം, എന്നാലേ നമുക്ക് കോളർ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2 പീസും ഇതേപോലെ വെച്ച് കൊടുക്കുക, കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ആ ഒരു പീസിനെ അങ്ങോട്ട് ഉള്ളിലോട്ടേക്ക് മടക്കി വെക്കണം കേട്ടോ. ആ ഒരു അളവിൽ നമുക്ക് അത് വരാൻ പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു മടക്ക് കറക്റ്റായിട്ട് കിട്ടണം. ബാക്കും കറക്റ്റ് മടക്കി ഇതേപോലെ വെക്കുക. ഇനി അളവെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഇവിടുന്ന് 2 ഇഞ്ച് ഉള്ളിലോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ റൗണ്ടായിട്ട് അളവെടുക്കുക. എത്രയാണ് കിട്ടുന്നതെന്നുള്ളത് നോക്കുക. ഓരോരാൾക്കും ഓരോരോ അളവൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് അത് അളന്നളന്ന് തന്നെ എടുക്കണം. എനിക്ക് 10 കിട്ടിയത്. അപ്പോൾ ഈ 10 ഞാൻ ഇനിയിപ്പോൾ കട്ട് ചെയ്യേണ്ട മെഷർമെൻറ്റിൽ വരുന്ന ഈ ഒരു 10 വരിക. അത് ഞാൻ അവിടെ എന്താ പറയുക എടുത്ത് വയ്ക്കുക. ഇനി ഈ ഒരു റൗണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ 2 പീസ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതിനെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക.
ഇപ്പോൾ ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 10 നമ്മൾ നേരത്തെ റൗണ്ടായിട്ട് കിട്ടിയ 10 ആ ഒരു അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് മതി. തയ്യൽ തുമ്പ് ഒരുപാടൊന്നും കൊടുക്കണ്ട, 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് മാത്രം, അത് മാത്രം കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് വലിപ്പത്തിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിലൊക്കെ ഞാൻ കുറേ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. മുന്നേ ചെയ്ത കോളർ നെക്കിലും എന്താ പറയുക ഈ കോട്ട് കോളറിലും കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് സ്കെയിൽ വെച്ചിട്ട് അത് സ്ക്വയർ പോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 ഇഞ്ചിലൊരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ അത് ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒരു ആർച്ച് പോലെ ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുത്താൽ മതി. ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് 1/4 ഇഞ്ച് മാത്രം എടുത്താൽ മതി. അത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അത് ഇതേപോലെ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് ഇവിടത്തേക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിൽ ഞാൻ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിട്ടില്ല. ഇതിലും തയ്യൽ തുമ്പ് കൊടുക്കണം എന്നുള്ള ആൾക്കാർക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനി ഈ ഒരു പീസിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഇവിടെ കട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൊത്തം ഇത് 3 പീസ് ഉണ്ട്. ഓക്കെ, ഇനി അത് ഇതേപോലെ വെച്ചിട്ട് 3 പീസ് ഒന്നിച്ച് ഇതേപോലെ വെച്ചിട്ട് ഞാൻ എവിടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതാ ഈ താഴത്ത് ഇങ്ങനെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് ചെയ്തെടുക്കുന്നത്. ആർച്ച് പോലെ വരച്ച ഭാഗം ചെയ്യരുത്. അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗമാണ് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അത് ഇതേപോലെ ചെയ്യുക. എന്നിട്ട് ഈ താഴത്ത് ഈ കോൺ അങ്ങനെ 3 ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ജസ്റ്റ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഓരോ കോണും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രം മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് കട്ട് ചെയ്യാതെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഓരോ എഡ്ജും നല്ല നീറ്റായിട്ട് എന്ത് ചെയ്യണം, ചെറിയ പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് കറക്റ്റായിട്ട് ആ ഓരോരോ കോണും കറക്റ്റായിട്ട് കിട്ടുന്ന പോലെ നോക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പെൻസിലൊക്കെ എടുത്ത് അതിനൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇതേപോലെ കറക്റ്റായിട്ട് ഓരോ കോണും നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുക. കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റി. വേറെ മെറ്റീരിയൽ ചെയ്യുമ്പോൾ ഇത്ര നീറ്റായിട്ട് കിട്ടുമെന്നറിയില്ല. എന്നാലും ഞാൻ മുന്നേ ഒക്കെ 2-3 എന്താ പറയുക ഇതേ ടൈപ്പ് കോട്ട് ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട്, വേറെ ക്ലോത്തിലും ചെയ്തിട്ടുണ്ട്. അതിലും എത്രയും നീറ്റായിട്ടാണ് എനിക്ക് ഈ ഒരു ക്ലോത്തിൽ കിട്ടിയത്. കാരണം ഇത് കോട്ടൺ ആണല്ലോ മെറ്റീരിയൽ. അപ്പം നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഇനി ഇതിൽ എക്സ്ട്രാ വരുന്ന പോലെ പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് വെട്ടി നല്ല നീറ്റാക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്ലോത്തിൽ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് കൊടുത്താലാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ സെൻറ്റർ കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കോട്ടിൽ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തു. നല്ല വശത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, അത് ശ്രദ്ധിക്കുക. നല്ല വശത്ത് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇവിടത്തേക്ക് വരിക. ഇങ്ങനെയാണ് വരേണ്ടത്. സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇനി ഇതിൽ ഡൗട്ടൊന്നും വരണ്ട എന്നുള്ളതുകൊണ്ടാണ് ടൈം എടുത്ത് കാണിക്കുന്നത്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും, എന്നാലും ഇനിയിപ്പോൾ ഇതിലിനി ഒരു ഡൗട്ടും വരണ്ട എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഓപ്പോസിറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വശം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ആയിട്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ. കറക്റ്റായിട്ട് നമുക്ക് 2 വശവും ഒരേപോലെ കിട്ടണമെങ്കിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വെച്ചൊരു പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്താ പറയുക കുറച്ച് നീറ്റായിട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗം ഒഴിവ് കണ്ടില്ലേ, ഇതും നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. അതിന് ഈ ഒരു പീസാണ് നമ്മൾ യൂസ് ചെയ്യുക. അതെന്ത് ചെയ്യുക, നേരെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക.
അത് ഫുള്ളായിട്ട് കവറാവും. കാരണം നമ്മൾ നെക്കിന് കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുത്തതല്ലേ. അപ്പോൾ അത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു അറ്റം വരെ വരിക. ആ അറ്റത്ത് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഈ ഒരു അറ്റം വരുമ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ ഉള്ളോട്ടേക്ക് നമ്മൾ ആ എഡ്ജെല്ലാം കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റായിട്ട് ഉള്ളോട്ടേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗം ക്ലിയറായി. ഇനി ഈ ഒരു അറ്റം മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെ എന്ത് ചെയ്യുക, ഈ അറ്റവും ചെറുതായിട്ട് മടക്കി ഇങ്ങനെ ഓരോരോ ഭാഗവും ചെറുതായി ഇനി മടക്കി കൊടുക്കുകയാണ് ഇനി വേണ്ട. മടക്കി തയ്ക്കുക. അയൺ ചെയ്ത് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്കത് എളുപ്പം അങ്ങനെയാണെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് വശവും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് സ്ക്വയറായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെയാണ് വരുന്നത്. അത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എവിടെയും ചുളിവൊന്നും വീഴാതെ ചെയ്യാൻ നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഏറ്റവും താഴത്ത് വരെയും ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഈ ഒരു താഴത്ത് വരയ്ക്കും നമ്മളത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വശത്ത്. ഇനി നമുക്കിതിൽ എനിക്ക് കൊടുക്കേണ്ടത് സ്ലീവാണ് എനിക്ക് കൊടുക്കേണ്ടത്. സ്ലീവും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇനി എന്ത് ചെയ്യുക, സ്ലീവൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പോക്കറ്റാണ് ഫിറ്റ് ചെയ്യേണ്ടത്. പോക്കറ്റ് വേണമെന്നുള്ള ആൾക്കാർ വെച്ചാൽ മതി, എന്നാലും ഇരുന്നോട്ടെ. അപ്പോൾ ഞാനൊരു 17 ഇറക്കം വെച്ചിട്ട് 17 ഇഞ്ച് ഇറക്കം വെച്ചിട്ടാണ് എന്താ പറയുക പോക്കറ്റ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ടു 17 പറയുന്നത്. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ പീസാണ് എടുക്കുന്നത്. അതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഞാനിത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് എടുക്കുന്നത്. കുറച്ച് തിക്കായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള 7 ഇഞ്ച് വീതിയും 14 ഇഞ്ച് വീതിയും ഒരു 8 ഇഞ്ച് ഇറക്കവും വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിലും നീറ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അതിനെ തിരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ വൃത്തിയെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ സ്ക്വയർ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരിക. ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് വിടുക. എന്നിട്ട് അതിനെ മറിച്ചിട്ട് കൊടുക്കുക. അതിൽ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈ ഒരു അറ്റം ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അത് ഫിറ്റ് ചെയ്യുന്ന കൂടി കാണിക്കാം. അതെങ്ങനെയാണ് അവിടെ വെച്ച് കൊടുക്കുന്നത്, എത്ര വീതി എടുക്കുന്നുണ്ട് എന്നുള്ളത്, ഈ ഒരു ഗ്യാപ്പ് എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് കൂടി നോക്കാം. അപ്പോൾ അവിടെ ഒരു വര വെച്ചിട്ടുണ്ടല്ലോ, ആ വരയുടെ അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഗ്യാപ്പ് എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഞാനിതിൽ 3 ഇഞ്ച് ഗ്യാപ്പാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് കറക്റ്റായിട്ട് അപ്പുറത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. സേഫ്റ്റിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു അറ്റത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതും കൂടി ഒന്ന് ഫിനിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ആയിക്കഴിഞ്ഞ് അപ്പോൾ ഇതേപോലെ നമ്മൾ 2 വശത്തും പോക്കറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും പോക്കറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്കിത് ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, സ്ലീവിൻ്റെ അവിടുന്ന് മുതൽ താഴത്ത് വരെ ബോഡി ഷേപ്പ് ഒന്നിച്ച് വെച്ച് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇതേപോലെ ഏറ്റവും എൻഡ് വരെ ബോഡി ഷേപ്പ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ഫിനിഷ് ആയി എന്ന് തന്നെ പറയാം. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ബട്ടൺസോ കാര്യങ്ങളോ ബക്കിളോ ബെൽറ്റോ എന്ത് വേണേൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് അത്രയും സമയം ഉണ്ടായിരുന്നില്ല ഇതിൽ ഷോ ബട്ടണൊന്നും വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ക്രിസ്മസ് ഷൂട്ട് എടുക്കാൻ ഒരു ദിവസം മുന്നെയാണ് ഞാനിത് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തത്. അതുകൊണ്ട് കുറച്ചൊരു ധൃതിയായിരുന്നു. പിന്നെ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ക്രിസ്മസ് അല്ലേ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രസ്സ് ഫിനിഷായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാകുമെന്ന് നോക്കാം. ഞാൻ ഈ മെയിനായിട്ട് നോക്കിയത് ഈ ഒരു കോളറിൻ്റെ ഈ വീതി കുറച്ച് കൂടുതലുള്ള പോലെ കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അളവും കാര്യങ്ങളൊക്കെ കുറേ വ്യത്യാസമാക്കിയിട്ട് നോക്കിയത്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഗ്യാപ്പ് അങ്ങനെ കിട്ടണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ഷൂട്ടിന് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. കോട്ടും പിന്നെ ഒരു ബോഡിക്കോൺ ഡ്രസ്സും. ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പറയുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബോഡിക്കോൺ ഡ്രസ്സ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. കോട്ട് വേണേൽ അങ്ങനെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. കോട്ടൺ മെറ്റീരിയലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല നീറ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നി. കാരണം ഇത് ഞാൻ വിചാരിച്ച പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഫോട്ടോസൊക്കെ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക്